ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. കോയമ്പത്തൂരിൽ നമ്മൾ ഗാന്ധിപുരത്ത് ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അവിടെ പോയി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു ലാപ്ടോപ്പിന്. എങ്കിൽ പിന്നെ എറണാകുളത്തും കൂടി അന്വേഷിക്കാൻ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പ് ലൊക്കേഷൻ വന്നിട്ട് രവിപുരം എറണാകുളമാണ്. പിന്നീട് ഞങ്ങൾ മുകളിലേക്ക് പോയി. മുകളിലാണ് ലൊക്കേഷൻ. അവിടെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫീൽ ചെയ്യും, ഭയങ്കര ഹാപ്പി. അവിടെയൊക്കെ ഓടി നടന്നു. ഇതാണ് ഷോപ്പ് വന്നിട്ട്. ഇവിടെ ഒരുപാട് മൊബൈൽസും ലാപ്ടോപ്സും ഒക്കെ അവൈലബിൾ. യൂസ്ഡ് മൊബൈൽസും ലാപ്ടോപ്സും ആണ് കൂടുതൽ. ഇനി നമുക്ക് യൂസ്ഡ് വേണ്ട, ഫ്രഷ് പീസാണ് വേണ്ടതെങ്കിൽ അതും അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ നോക്കിയത് ഫ്രഷ് പീസ് ആയിരുന്നു. ജസ്റ്റ് പ്രൈസ് ചോദിക്കാൻ വേണ്ടിയിട്ടും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുമാണ് അവിടെ ചെന്നത്. ഇനി എനിക്ക് വാങ്ങുവാണെങ്കിലും M1 വാങ്ങുമെന്ന് വിചാരിച്ചാണ് പോയത്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു M2 തന്നെ പർച്ചേസ് ചെയ്യാമെന്ന്. അവരുടെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് EMI ആയിട്ടും എടുക്കാവുന്നതാണ്. ഇതെന്താ കുട്ടി അൺബോക്സ് ചെയ്യുന്ന, കുട്ടിക്കാണോ എന്നൊക്കെ കുറച്ച് പേര് ചിലപ്പോൾ കമൻറ്റ് ഇട്ടേക്കാം. പക്ഷേ ഇത് ഞങ്ങൾക്കാണ്. നെക്സ്റ്റ് ഇയർ മാർച്ചിൽ ഞാനൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഒരു ലാപ്ടോപ്പ് വേണമെന്ന് വിചാരിച്ചത്. ഒരിക്കലും അതൊരു മാക്ബുക്ക് ആവണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞത് ഓപ്പൺ ചെയ്തു. ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും ഷോപ്പ് ലൊക്കേഷൻ എവിടെയാണെന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇനിയിപ്പം ഫ്രഷ് പീസോ അല്ലെങ്കിൽ യൂസ്ഡ് ഫോൺസോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. 2017 സെപ്റ്റംബർ 22 എനിക്ക് ഡേറ്റ് വരെ ഓർമ്മയുണ്ട്. ഒരു ലാപ്ടോപ്പിൻ്റെ വീട്ടിൽ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടോ, വർക്ക് ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടോ എന്ന്. അന്ന് മുതൽ നമ്മുടെ പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണിത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്രഷ് പീസ് ഒരു മാക്ബുക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്.